അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. നമ്മുടെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്നതിന് കൈലാസ് രണ്ടുപേരുടെയും ജാതകം നോക്കാൻ വേണ്ടി, പൊരുത്തം നോക്കാൻ വേണ്ടി ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നലെ അതാണ് അവസാനിച്ചത്. അപ്പോൾ നമ്മുടെ മാഷാണെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പോലെ ഇരിക്കുകയാണ്. അപ്പം മാഷിൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മാഷിനൊരു വിശ്വാസം വരികയാണ്. അങ്ങനെ മാഷ് ജാതകം എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് നമ്മുടെ ഇഷിതയും മഹേഷും ഡ്രൈവ് ചെയ്തിങ്ങനെ പോകുന്ന സമയത്ത് ഇഷിത പറയുന്നു, എന്തിനാണോ എന്തോ പിന്നെ ജാതകമൊക്കെ നോക്കുന്നത്, അവരിഷ്ടപ്പെട്ടവരല്ല, ഇനി ആ കൈലാസിൻ്റെ കയ്യിലായതുകൊണ്ട് എന്താ പറയുന്നത്, ഈ കല്യാണം നടക്കുമെന്ന് തന്നെ അറിയത്തില്ല എന്നുള്ള രീതി മഹേഷിനോട് പറയണം. അപ്പം മഹേഷ് പറയുന്നു, നീ വിഷമിക്കേണ്ട, കൈലാസ് എന്തെങ്കിലും ലൊട്ടിനൊട്ട് ന്യായങ്ങൾ പറഞ്ഞ് നമുക്ക് വേറൊരാളെ കാണിക്കാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അത്ര വലിയ സീരിയസ് ആയി അത് എടുക്കാത്തത് എന്നുള്ള രീതിയിൽ ഇഷിതയോട് പറയുകയാണ്. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ കാറ് പെട്ടെന്ന് ഓടിക്കാൻ പറ്റാതെ ആകുകയാണ്. അപ്പം മഹേഷ് പറയുന്നത് എന്തോ പറ്റിയില്ല. അങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ ടയർ പഞ്ചറായി. അപ്പോൾ ടയർ മാറ്റിയിടണം. അപ്പോൾ ഇഷിത പറയുന്നത്, എനിക്കിപ്പം ഹോസ്പിറ്റലിൽ എത്തണമല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇത് ഏത് സ്ഥലമാണെന്ന് പോലും അറിയത്തില്ലല്ലോ, ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വണ്ടി വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും സമയം എടുക്കുക, എന്തായാലും മാറ്റിയിട്ട് തന്നെ പോകാം എന്നുള്ള രീതിയിൽ ഇഷിത പറയുകയാണ്. അപ്പം മഹേഷ് പറയുകയാണ്, നീ കാറിൻ്റെ അകത്തിരുന്നു, ഞാൻ ടയർ മാറ്റാം എന്ന് പറയുന്നു. അങ്ങനെ ഇഷിത കാറിൻ്റെ അകത്തിരിക്കുന്നു. മഹേഷ് ടയർ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ടയർ മാറ്റി അതിന് ശേഷം സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് കൈ എന്തോ തട്ടി ചതയുകയാണ്. അപ്പോൾ മഹേഷ് അയ്യോ എന്ന് വെക്കുകയാണ്. അപ്പോൾ ഇഷിത ഇറങ്ങി ചോദിക്കുന്നത്, എന്താ പറ്റി മഹേഷ്? അപ്പോൾ പറയുന്നു, കൈ ഒന്നിതായി, അത് സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇഷിത പറയുന്നത്, കാറിൻ്റെ അകത്ത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്, അത് എടുത്ത് ഇത് ചെയ്യാൻ പറയുന്നു, ഞാനത് ശരിയാക്കാം, മഹേഷ് കാറിൻ്റെ അകത്ത് ഇരുന്നോളാൻ പറയുന്നു. അങ്ങനെ ഇഷിത പുറത്തിറങ്ങി സ്ക്രൂ ഒക്കെ ടൈറ്റ് ആക്കുന്ന സമയത്ത് ഒരു പയ്യൻ സ്കൂട്ടിയിൽ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ആ പയ്യനോട് ഇഷിത പറയുന്നുണ്ട്, തനിക്കൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പോയി അവൻ്റെ ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ പിടിക്കുകയാണ്. മാഡം സിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടറല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇഷിത പറയുന്നത്, നീ ഇപ്പം എന്തിനാ അതൊക്കെ അറിയുന്നത്, ആദ്യം നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അവൻ ബ്ലോഗ് ചെയ്യാണ്. അങ്ങനെ ഡോക്ടർ ഇഷിത കാറിൻ്റെ ടയർ മാറ്റുന്നു, സ്ക്രൂ മുറുക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നത് കാണണം. അപ്പോൾ അവൻ കാറിൻ്റെ അകത്ത് മഹേഷ് ഇരിക്കുന്നത് അവൻ കാണുന്നുണ്ട്. അതിനുശേഷം അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, വീഡിയോ എടുക്കരുതെന്ന്. പക്ഷേ ആ പയ്യൻ അതൊന്നും കേൾക്കുന്നില്ല, അവൻ വീഡിയോ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇഷിത കാർ ടൈറ്റൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിൻ്റെ അടുത്തോട്ട് ഈ പയ്യൻ ഗ്ലാസ് തട്ടിയിട്ട് ഗ്ലാസ് വെക്കുക. അപ്പോൾ പറയും, അങ്ങനെ മഹേഷിനെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ്. അപ്പം മഹേഷും തിരിച്ചൊക്കെ പറയുന്നു. അങ്ങനെ അവൻ തിരിച്ചു പോന്നു. അപ്പം അവരന്നേരം വേറൊന്നും ചിന്തിക്കുന്നൊന്നുമില്ല. അതിൻ്റെ മഹേഷിനോട് പറയുന്നു, മഹേഷ് വണ്ടി ഓടിക്കണ്ട, ഞാൻ വണ്ടി ഓടിക്കാമെന്നും പറഞ്ഞിട്ട് ഇഷിത അങ്ങ് പോവുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇതേസമയം നമ്മുടെ മനസ്സിനിയുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ ആശു ആണെങ്കിൽ ഇങ്ങനെ പച്ചക്കറിയൊക്കെ അരിയുന്ന സമയത്ത് മാധവ് വന്നിട്ട് ഇങ്ങനെ ഇഷിതയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഇഷിത എന്നെപ്പറ്റി അന്വേഷിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ആശുവും ഇഷിതയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിയിക്കുകയാണ്. മഹേഷാണ് അവൾക്ക് സപ്പോർട്ടായിട്ടുള്ളത് എന്നുള്ളതൊക്കെ പറയുകയാണ്. ഇഷുവിൻ്റെ പിന്നെ മാധവിൻ്റെ കാര്യം ഇഷിത ഇടയ്ക്ക് സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറയുകയാണ്. അതേ സമയത്ത് ലയ പുറത്ത് അടുത്ത് വന്ന് ഇതെല്ലാം കേൾക്കുകയാണ്. പിന്നെ ലയ അങ്ങ് തുടങ്ങി. ലയ ഭയങ്കരമായിട്ട് പ്രതികരിക്കുകയാണ്. മാധവനോടല്ല, നമ്മുടെ ആശുവിനോട് പറയാണ്, നീ എന്തിനാണ് നിൻ്റെ അനിയത്തിക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ബഹളം വെക്കുകയാണ്. അപ്പോഴത്തേനും മനസ്സുനി ഈശ്വരൊക്കെ വരികയാണ്. അങ്ങനെ മനസ്സുരി പറയുക, അവൾക്ക് ഒരെണ്ണം പൊട്ടിക്കിടാന്ന് പറയും. അങ്ങനെ ഈശ്വര് ആശുവിനെ തല്ലുകയാണ്. അപ്പോൾ ഈ മാധവ് അത് കാണുന്ന ഉടനെ തന്നെ ലയയും പിടിച്ചിട്ട് ലയക്കിട്ടും ഒരെണ്ണം കൊടുക്കുന്നു. അപ്പോൾ നീ എന്നെ തല്ലിയല്ലേടാ, ഞാനിപ്പോൾ കാണിച്ചു തരാം, ഞാൻ മരിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് ഓടി കയറുകയാണ്. അപ്പോൾ എല്ലാവരും പുറകെ പോകുന്നു. ആശു മാത്രം പോകുന്നില്ല, ആശു അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഡോറ് തട്ടി പൊളിക്കാൻ നോക്കുമ്പോൾ മാധവ് പറയും, ഒന്നും ചെയ്യണ്ടെന്ന് പറയും. മാധവ് ഡോറിൻ്റെ ഫ്രണ്ടിൽ കയറിയിരിക്കുക. അവൾ ചെത്താൽ എനിക്ക് ഒന്നുമില്ല, ജയിലിൽ പോയാൽ ഇതിനേക്കാളും സമാധാനം കിട്ടും, അവൾ ചാകട്ടെ എന്ന് പറയും. അങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ രക്ഷപ്പെട്ടോളൂ, അപ്പോൾ പോലീസ് വരുമ്പോൾ ഞാൻ മാത്രം കുറ്റം ഏറ്റെടുത്താൽ മതിയല്ലോ, നിങ്ങളും പ്രതികളാവും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ലയ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഞാൻ കാണിച്ചു തരാം, ഞാൻ മരിക്കാനല്ല പോകുന്നത്, ഞാൻ അവളുടെ ജീവിതം നശിപ്പിക്കും എന്നുള്ള, ഇഷിതയെ നശിപ്പിക്കാനായി ഞാൻ ഇനി ജീവിക്കും എന്നുള്ള രീതിയിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് മാധവ് അപ്പം മനസ്സിനോട് അമ്മയോട് പറയുകയാണ്, ഇനി ആശുവിനെ തല്ലിക്കഴിഞ്ഞാൽ ലയയ്ക്കും ഞാൻ കൊടുക്കും, അതുകൊണ്ട് ലയയെ ഇതുപോലെ മുന്നിലിട്ട് ഞാൻ തല്ലും, ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അമ്മയെ അറിയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് ഇഷിതയാണ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് OP നിൽക്കുന്ന സ്റ്റാഫ് വന്നിട്ട്, മേഡം ഇത് കണ്ടോ എന്നും പറഞ്ഞിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ബ്ലോഗർ
ബ്ലോഗ് ചെയ്ത ഇഷിതയുടെ കാര്യം. പക്ഷേ ഇഷിതയെ പറ്റി നല്ല രീതിയിലാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മഹേഷിനെ പറ്റി വളരെ മോശമായിട്ടാണ് അതിൽ പറയുകയും ചിത്രീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇഷിതയ്ക്ക് ഇതെല്ലാം കണ്ട് ഭയങ്കര വിഷമം. ദൈവമേ, ഇനി അടുത്തൊരു വലിയ വഴക്കാണല്ലോ വരാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പിണക്കം മാറിയതേ ഉള്ളൂ, വീണ്ടും പ്രശ്നമാകുവാണ് ഇത് ചെയ്യുന്നതെന്ന് പറയാണ്. അതേസമയം നമ്മുടെ ഇഷിതയുടെ വീട്ടിലാണെങ്കിലും അച്ഛനും അമ്മയും നമ്മുടെ സുചിത്രയുടെ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും പറയുന്നു, ദൈവമേ ഇനിയും പ്രശ്നങ്ങളാണല്ലോ വരാൻ പോകുന്നത്, നമ്മുടെ മക്കൾക്ക് എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ അവരും വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇഷിതയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ ചിപ്പി മോളുടെ അടുത്ത് നമ്മുടെ രചന ചെല്ലുന്നുണ്ട് അമ്മയായിട്ട്. അങ്ങനെ കുറേ തകർത്ത അഭിനയങ്ങളും അവരുടെ രസകരമായ നല്ല മുഹൂർത്തങ്ങളും പിന്നെ ഇഷിത ഇത് കാണുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.